അങ്ങനെ ഏറെ നാളത്തെ BJPയുടെ തീവ്ര ശ്രമം ഫലം കണ്ടു. എല്ലാ കളികളും കളിച്ചവസാനം BJP പൗരത്വ നിയമം പാസാക്കി. പക്ഷേ ഇനിയാണ് പ്രതിഷേധമെന്തെന്ന് BJP അറിയാൻ പോകുന്നത്. പൗരത്വ നിയമം പാസാക്കിയതിനു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്തു വന്നിരിക്കുകയാണ്. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഈ നിയമം കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണെന്നും പശ്ചിമ ബംഗാളിനെയും അസമിനെയും പോലുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. 2019 ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ നിയമമാണിത്. എന്നാൽ 4 വർഷവും 3 മാസവും എടുത്താണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതായി മോദി സർക്കാർ പ്രഖ്യാപിച്ചതെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. 9 തവണയാണ് വിജ്ഞാപനം ചെയ്യുന്നത് കേന്ദ്രം നീട്ടിക്കൊണ്ടുപോയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രഖ്യാപനം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ ഭിന്നിപ്പുണ്ടാക്കാനാണെന്ന് വ്യക്തമാണെന്നും ജയറാം രമേശ് തുറന്നടിച്ചു. അതേസമയം BJPയുടെ തെരഞ്ഞെടുപ്പ് പബ്ലിസിറ്റിയാണിതെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണ് ഈ നിയമമെങ്കിൽ അതിനെതിരെ പോരാടുമെന്ന് മമതാ ബാനർജിയും തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമുണ്ടെങ്കിൽ അംഗീകരിക്കില്ലെന്നും മമത വ്യക്തമാക്കി. മതം, ജാതി, ഭാഷാപരമായ വിവേചനങ്ങൾ പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല. 2 ദിവസത്തിനുള്ളിൽ പൗരത്വം കേന്ദ്രം ആർക്കും നൽകാൻ പോകുന്നില്ല. ഇത് ജനങ്ങളെ കാണിക്കാനുള്ള പബ്ലിസിറ്റിയാണെന്നും മമത പറഞ്ഞു. കൂടാതെ 4 വർഷത്തോളം നിയമം നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 2-3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രഖ്യാപനം നടത്തിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നും മമത ആരോപിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരക്കിട്ട് വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു മമതയുടെ ഈ വിമർശനം. അഖിലേഷ് യാദവും വിട്ടുകൊടുത്തില്ല. നേതാവും കേന്ദ്രത്തിനെതിരെ കലിതുള്ളിയെത്തി. 2019 ഡിസംബറിലാണ് CAA പാർലമെന്റിൽ പാസാക്കിയത്. എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗത്തും നിയമത്തിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. BJP ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് CAAയുടെ പ്രഖ്യാപനമെന്നാണ് അഖിലേഷ് യാദവ് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഉപജീവന മാർഗം തേടി ജനങ്ങൾ അലയുമ്പോഴാണ് പൗരത്വ നിയമം കേന്ദ്രം നടപ്പാക്കുന്നത്. ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയം മനസ്സിലായിട്ടുണ്ടെന്നും അഖിലേഷ് ട്വീറ്റ് ചെയ്തു. BJP സർക്കാരിന്റെ 10 വർഷത്തെ ഭരണകാലയളവിൽ ലക്ഷക്കണക്കിന് പൗരന്മാരാണ് പൗരത്വം ഉപേക്ഷിച്ചു പോയത്. അക്കാര്യം അവർ ആദ്യം വിശദീകരിക്കട്ടെ എന്നും അഖിലേഷ് പറഞ്ഞു. അതേസമയം പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെയാണ് നിയമം പ്രാബല്യത്തിലായത്. BJPയുടെ 2019 പ്രകടന പത്രികയിലെ അവിഭാജ്യ ഘടകമായിരുന്നു ഇത്. അയൽ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി മതക്കാർക്കാണ് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുക. മതിയായ രേഖകളില്ലാത്തവർക്ക് ദീർഘകാല വിസ നൽകുന്നതിന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് അധികാരമുണ്ടാവുമെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. 2019 ഡിസംബർ 11 പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CAA നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ് 1 മാസത്തിനുള്ളിലാണ് ഈ സംഭവ വികാസം നടന്നിരിക്കുന്നത്. ഇതോടെ പൗരത്വത്തിനുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ സ്വീകരിച്ചു തുടങ്ങും. 2020 ജനുവരി 10 ഇത് നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുകയെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്.